ഇന്ന് നമ്മൾ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആണ്, ഇവിടെ ഓഫുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സമ്മർ കാലാവസ്ഥയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് ഗ്രീൻ ഗേറ്റ് എന്ന് പറഞ്ഞ ഫ്ലവറൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെടികളും ഫ്ലവറുകളും നമുക്ക് കാണാൻ പോകാം, പിന്നെ വാങ്ങുകയും ചെയ്യാം. പിന്നെ ഈ ചെടികളൊക്കെ നടാനുള്ള മണ്ണ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉപകരണങ്ങൾ ഇതൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, തൊട്ടമ്മ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നടന്നൊക്കെ പോയി അതൊക്കെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. നമുക്കപ്പോൾ ആ സിനിമ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അഭിഷേക് ഫിലിംസ്, ജിത്തു ജോസഫ്. അവിടെ പണ്ടൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങോട്ടോ പോയി. പിന്നെ ഇതുവരെ അവിടെ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. തല തിരിഞ്ഞ് കൈകുത്തി നടക്കുന്ന ഒരു ഭൂതം ഉണ്ടായിരുന്നു അത്ര. വാസിഫ് അലി. എനിക്ക് ഭൂതങ്ങളെയൊന്നും പേടിയില്ല, മനുഷ്യന്മാരെ പേടി. Then there is only one way to go now. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന നടീനടന്മാരെന്ന് പറയുന്നത് ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോളാണ്. അപ്പോൾ ഈ സിനിമയുടെ കഥ, തിരക്കഥ എന്ന് പറയുന്നത് അർഫാസ് അയ്യൂബാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സംഭാഷണം ആദം അയ്യൂബാണ്. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖർ. ഇതിലെ പ്രൊഡ്യൂസർ രമേശ് പി പിള്ളൈ, സുധൻ സുന്ദരം ആണ്. ആസിഫ് അലിയുടെ തലവൻ എന്ന് പറയുന്ന സിനിമ ഇപ്പം നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അമല പോളും ആസിഫ് അലിയും നല്ല കോമ്പിനേഷനാണ് ഈ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയിൽ. അവർക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടീസർ കണ്ടിട്ട് നമുക്ക് ആദ്യം കഥയൊന്നും പറയത്തക്ക രീതിയിലുള്ള ഒരു ഇതൊന്നും അതിൽ കാണിച്ചില്ല. കാര്യം കുറച്ചല്ലേ അവർ കാണിച്ചോളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നി. കാര്യം ഒരു ലെവൽ ക്രോസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പഴയ കെട്ടിടം ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ഒന്നും നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു കാഴ്ചയൊന്നും അതിൽ കണ്ടില്ല. പുതിയ ട്രെയിലറൊക്കെ അവർ ഇനി ഇറക്കുമായിരിക്കും, അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. പുതിയ നല്ല സിനിമ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.